بسم الله الرحمن الرحيم ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമുള്ള അല്ലാഹുവിൻ്റെ പള്ളിയിൽ അംഗശുദ്ധി വരുത്തി ഇത്തിക്കാഫിൻ്റെ നിയത്തോടുകൂടി ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, നരകവും സ്വർഗവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷെ അത് രണ്ടും തുല്യമല്ല. നരകത്തെക്കുറിച്ച് ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ആ സ്വർഗത്തിൻ്റെ വഴിയിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോവാൻ തഖ്വ അനിവാര്യമാണ്. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തഖ്വയുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തി അല്ലാഹുവും അവൻ്റെ പ്രവാചകനും നിർദ്ദേശിക്കപ്പെട്ട വിധത്തിലുള്ള മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മാനസിക പ്രയാസമുള്ളവരുണ്ട്, സാമ്പത്തിക പ്രയാസമുള്ളവരുണ്ട്, ആരോഗ്യപരമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹജ്ജും അതിൻ്റെ കർമ്മങ്ങളുമൊക്കെ പൂർത്തിയാക്കി, ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി നമ്മുടെ സഹോദരങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. ധാരാളം ആളുകൾ ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട്, മരണപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമ്മൾ ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു അത് പൂർത്തിയാക്കി അവരുടെ ഹജ്ജ് മഖ്ബൂലായ ഹജ്ജായി സ്വീകരിക്കുകയും അപകടങ്ങളുണ്ടായ ആളുകൾക്ക് അള്ളാഹു പെട്ടെന്ന് ശമനം നൽകുകയും മരണം സംഭവിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹമുണ്ടാകും, താല്പര്യമുണ്ടാകും. അള്ളാഹു അതിനുള്ള അവസരം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രവാചകന്റെ അടുക്കൽ കുറച്ച് ആളുകൾ, സാധാരണക്കാരായ കുറച്ച് ആളുകൾ ഒരു പരാതിയുമായി വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾക്ക് നല്ല പണമുണ്ട്. അവർ ധാരാളം പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു, വലിയ വലിയ നേട്ടങ്ങൾ അവർ നേടിയെടുക്കുന്നു, ഹജ്ജിന് പോകുന്നു, വ്യത്യസ്തമായ കർമ്മങ്ങൾ അവരുടെ സ്വാധീനം വെച്ച് അവർ നിർവഹിക്കുന്നു. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് എങ്ങനെ പ്രതിഫലം നേടാൻ കഴിയും? ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് വലിയ ധർമ്മം നൽകാൻ, സക്കാത്ത് കൊടുക്കാൻ, സദഖ നൽകാൻ, ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പരാതി മുഖവിലക്കെടുത്തു. അവരോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയ നിർദ്ദേശമാണ് ഇന്നത്തെ ഖുതുബയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. സാധാരണക്കാരായ, മനസ്സിൽ വലിയ ആഗ്രഹങ്ങളുള്ള, മനസ്സിൽ ഇസ്ലാമികമായി ഈമാനികമായി ജീവിക്കാൻ വലിയ നിയ്യത്തുള്ള ആളുകൾക്ക് പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു 8 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹു അത് നന്നായി അവതരിപ്പിക്കാനും അത് കേട്ട് ജീവിതത്തിൽ പകർത്താനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹജ്ജ് ഇസ്ലാമിലെ നിർബന്ധ ബാധ്യതയാണ്. ഹജ്ജിന് പകരം ഹജ്ജ് മാത്രമേ ഉള്ളൂ. ആരാധനാകർമ്മങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള, വലിയ നന്മയുള്ള, വലിയ ത്യാഗം ആവശ്യമുള്ള, ശാരീരികമായും മാനസികമായും ത്യാഗം ആവശ്യമുള്ള കർമ്മമാണ് ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങളിൽ 5ാമത്തതാണ് ഹജ്ജ് എങ്കിലും ഹജ്ജിന് വലിയ പ്രതിഫലമാണ്, വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. എന്താ ഹജ്ജിന്റെ പ്രതിഫലം? മൻ ഹജ്ജ ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഹജ്ജ് കഴിഞ്ഞ് വരുന്നയാള് ആത്മാർത്ഥമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാതെ നന്നായി നിർവഹിച്ചയാൾ അവൻ അവൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്നു എന്നതാണ്. ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്, ആ കുഞ്ഞിൻ്റെ മനസ്സിന് അതിൻ്റെ നിഷ്കളങ്കത പോലെ ഹജ്ജ് കഴിഞ്ഞ ആൾക്ക് തിരിച്ചു വരാൻ പറ്റും. അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തു ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഹജ്ജിന് അല്ലാഹു നിർദ്ദേശിച്ചിട്ടില്ല. അത്ര പ്രാധാന്യമുള്ള, അത്ര പ്രതിഫലമുള്ള ഹജ്ജ്. എങ്കിൽ ആ ഹജ്ജിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. അത്ര ഗൗരവത്തിൽ അത് മനസ്സിലാക്കണം. ആ ഗൗരവത്തിലും ആ ഇഷ്ടത്തിലും ആ പ്രതിഫലം ആഗ്രഹിച്ചും ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൊന്നാമത്തത് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്നതാണ്. വെള്ളിയാഴ്ച നമ്മളിരിക്കുന്ന ഈ ജുമുഅ, ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ്, ഖതീബ് കയറുന്നതിന് മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി ആത്മാർത്ഥമായി ഇന്ന് രാവിലെ മുതൽ അതിനുവേണ്ടി കുളിച്ച്, വെള്ളിയാഴ്ചയുടെ കുളിക്ക് പ്രത്യേകതയുണ്ട്. വ്യാഴാഴ്ചത്തെ കുളി പോലെയല്ല വെള്ളിയാഴ്ചത്തെ കുളി. വെള്ളിയാഴ്ചത്തെ ആലോചനകൾക്ക് പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ചത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഇന്ന് പെരുന്നാളാണ്, ഇന്ന് ഹജ്ജാണ്. സാധാരണ നമ്മൾ പാരമ്പര്യ സ്വഭാവമുള്ള പള്ളികളിലൊക്കെ ജുമാന്റെ തൊട്ട് മുമ്പ് ഒരു ചെറിയ പ്രഭാഷണമുണ്ട്, വാളൊക്കെ പിടിച്ചിട്ട്. അതിൽ വരുന്നൊരു പ്രയോഗമാണ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. പാവപ്പെട്ടവരുടെ, സാധാരണക്കാരൻ്റെ ഹജ്ജ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയിലെ ജുമുഅയാണ്. ആ ഒരു ഗൗരവവും ആ ഒരു ശ്രദ്ധേയമായ താല്പര്യവും അതിനോട് കാണിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, അതിനുവേണ്ടി അലക്കുമ്പോൾ, അതിനുവേണ്ടി വീട്ടിൽ നിന്ന് കുളിച്ച് ഇറങ്ങുമ്പോൾ ആ നിയ്യത്തുള്ള ആളുകൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും, ആ ഇരുത്തത്തിന് ലഭിക്കും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ ഹജ്ജ് പോലെ സമാനമായ ഒരു പുണ്യകർമ്മത്തിലാണ് എന്നതാണ്. ഇത്തിക്കാഫിന്റെ നിയ്യത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം നിയ്യത്തുണ്ടാവുക എന്നതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിയ്യത്തുണ്ടാവുക, ഒരു ഉദ്ദേശം ഉണ്ടാവുക. ആ ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതിയുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ സാധിക്കുക. ഇനമ ദുനിയ ലി അർബഅത്തി നഫരിൻ. പൊതുവെ ദുനിയാവിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ദുനിയാവിലെ സംഗതികൾ 2 തരം ആയി നമുക്ക് വേർതിരിക്കാവുന്നതാണ്. അബ്ദുൻ, ഒരടിമ, റസഖഹുല്ലാഹു മാലൻ, അയാൾക്ക് അള്ളാഹു കുറേ പണം കൊടുത്തു, ധാരാളം പണം കൊടുത്തു. വഇൽമൻ, അറിവും കൊടുത്തു. ഫഹു യത്തഖി ഫീഹി റബ്ബഹു, ആ അറിവ് കൊണ്ടും ആ പണം കൊണ്ടും അവൻ അവന്റെ റബ്ബിനെ ഭയപ്പെടുന്നു, അവന്റെ പടച്ചവനെ അവൻ ഭയപ്പെടുന്നു. വയസിലു ഫീഹി റഹിമഹു, ആ പണം കൊണ്ടും ആ തഖ്വ കൊണ്ടും ആ അറിവ് കൊണ്ടും അവൻ അവന്റെ ബന്ധങ്ങൾ സുദൃഢമാക്കുന്നു. കുടുംബ ബന്ധമാവട്ടെ, സുഹൃത്ത് ബന്ധമാവട്ടെ, അയൽപക്ക ബന്ധമാവട്ടെ, അത് നന്നാക്കുന്നു. വയഅലമു ലില്ലാഹി ഫീ ഹഖ്ഖൻ, അല്ലാഹുവിനെ അറിയേണ്ട വിധം അവൻ അറിയുന്നു. ഫഹാദാ ബിഅഫ്ളലിൽ മനാസിൽ, അവനാണ് അല്ലെങ്കിൽ അത്തരം ആളുകളാണ്
ഒന്നാമത്തെ ഏറ്റവും ഉയർന്ന നിലയിലുള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുന്നു. രണ്ടാമത്തെ വിഭാഗം വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമ, അറിവൊക്കെ അവൻ അള്ളാഹു നൽകിയിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരുമാണ്. പക്ഷെ വലം യർസുഖുഹു മാല, സമ്പത്ത് കൊടുത്തിട്ടില്ല. കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നുണ്ട്, വേണ്ടത്ര പണമില്ല. പക്ഷെ ഹുവ സ്വാദിഖുൻ നിയ്യ, നല്ല നിയ്യത്തുള്ളവനാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവനാണ്, അള്ളാഹിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവനാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് പ്രത്യേകതയുള്ളയാളാണ്. യഖൂലു, അവൻ പറയും, ലൗ അന്നലി മാലൻ, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ലഅമിൽതു ബിഅമലിൻ ഫുലാനിൻ, ഞാൻ എന്നെ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുമായിരുന്നു, ഞാനും കഷ്ടപ്പെട്ടവനെ സഹായിക്കുമായിരുന്നു, ഞാനും സദഖ നൽകുമായിരുന്നു, ഞാനും സക്കാത്ത് നൽകുമായിരുന്നു, ഞാനും മറ്റുള്ളവരെ അവർക്ക് ആശ്വാസമേകുന്ന വിധം എന്റെ സമ്പത്ത് ചെലവഴിക്കുമായിരുന്നു. ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹു മസവഉൻ, ആദ്യത്തെ പണക്കാരനെ പോലെ അറിവുള്ളവനെ പോലെ അവൻ ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം ഇവന് കൂടി നൽകപ്പെടുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. പണമില്ലെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുക, ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുക, കുറച്ച് പ്രായാവട്ടെ എന്ന് ചിന്തിക്കാതിരിക്കുക, ആരോഗ്യമുള്ള കാലത്ത് അവസരം ലഭിച്ചാൽ, എന്റെ സമ്പത്ത് എന്നെ അനുവദിച്ചാൽ, എന്റെ ആരോഗ്യം എന്നെ അനുവദിച്ചാൽ എനിക്കും ഹജ്ജ് നിർവഹിക്കണം. ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എഴുതുമ്പോ, അല്ലെങ്കിൽ അത് പറയുമ്പോ, അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോ അതിൽ ഹജ്ജിന് കൂടി സ്ഥാനമുണ്ടാവുക എന്നത് അവന് ഹജ്ജിന് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണെന്ന് മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ നമുക്ക് അത്തരത്തിൽ നിയ്യത്തുണ്ടാവണം. ഹജ്ജിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും അത്തരത്തിൽ നിയ്യത്തുണ്ടാവണം. വെള്ളിയാഴ്ച ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും അവന്റെ പാപങ്ങൾ പൊറുക്കാനും അവന്റെ കർമ്മങ്ങൾ നന്നാവാനും അവനെ അള്ളാഹു ഇഷ്ടപ്പെടാനും അവന്റെ നിയ്യത്ത് നന്നാവണം. ആളുകളെ സഹായിക്കുമ്പോ നിയ്യത്ത് നന്നാവണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോ നിയ്യത്ത് നന്നാവണം. നമസ്കരിക്കുമ്പോ നിയ്യത്ത് നന്നാവണം. അള്ളാഹ്ക്ക് വേണ്ടിയാവണം, അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടിയാവണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിയ്യത്ത് നന്നാക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹജ്ജിന് സമാനമായ പ്രതിഫലമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം ഇശ്റാഖ് നമസ്കാരമാണ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇശ്റാഖ് നമസ്കാരം? മൻ സല്ലൽ ഗദാത ഫി ജമാഅത്തിൻ, സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. സുമ്മ ഖഅദ, പിന്നെ അവൻ അവിടെ തന്നെ ഇരുന്നു. യദ്കുറുല്ലാഹ ഹത്ത തത്ലുഅ, സൂര്യൻ ഉദിക്കുന്നത് വരെ. വേറെ പരിപാടി ഒന്നുമില്ല, എല്ലാ ദിവസവും ഇരുന്നു എന്നല്ല, ഒരു ദിവസം അതിനു വേണ്ടി തെരഞ്ഞെടുത്തു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഇന്ന് അവധിയാണ്, ഇന്ന് മറ്റു പരിപാടികളൊന്നുമില്ല, ഇന്ന് ഡ്യൂട്ടിയൊന്നുമില്ല. അപ്പൊ സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. സൂര്യൻ ഉദിച്ച ശേഷം ഒരു 2 റക്അത്ത് നിസ്കരിച്ചു. ആ മനുഷ്യൻ അല്ലാഹു ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക്. സുബഹിക്ക് പള്ളിക്ക് അങ്ങനെ വരാൻ പറ്റാറുണ്ടോ? ജമാഅത്തിൽ ശ്രദ്ധിക്കുന്നവരാണോ? ഈ ജമാഅത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെ നമസ്കരിക്കുന്നത് തന്നെ നമസ്കാരം അവസാനിച്ച് പോകാനാണ് എന്ന്. അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ പോവേണ്ടതാണ്, അതൊന്നും തടസ്സമല്ല. പക്ഷെ മാസത്തിലൊന്നെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനെ ഒരു ഇരുത്തത്തിന് എനിക്ക് സാധിക്കേണ്ടതല്ലേ? ഞാനത് ആലോചിക്കേണ്ടതല്ലേ? ഒരു തവണയെങ്കിലും പ്രവാചകൻ ഓർമ്മപ്പെടുത്തി ഹജ്ജിന്റെ കർമ്മം നിർവഹിക്കാൻ, അത് നേടിയെടുക്കാൻ, അത് നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു അത്താണിയായി മാറാൻ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? റസൂൽ പറയാൻ സ്വഹാബത്തിന് സംശയമായി. പടച്ചോനെ, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ഏതായാലും 6 മണിയൊക്കെ ആകും, പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്നാൽ സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോന്നാൽ ഹജ്ജിന്റെ പ്രതിഫലോ? എല്ലാവർക്കും സംശയമായി. അവർ നബിയെ തന്നെ ഇങ്ങനെ കൂർപ്പിച്ച് നോക്കി. മുഹമ്മദ് റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞു, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമത്തൻ താമത്തൻ താമത്തൻ, പൂർണ്ണമായി. സംശയിക്കണ്ടട്ടോ, തെറ്റിദ്ധരിക്കണ്ട, പൂർണ്ണമായി അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് 3 തവണ അള്ളാഹുവിന്റെ റസൂല് ആവർത്തിച്ച് പറഞ്ഞു. 4ാമത്തെ കാര്യം ഇൽമു നേടാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക. അറിവ് നേടാൻ വേണ്ടി പള്ളിയിലൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്, പള്ളിയിലൊരു ഹദീസ് ക്ലാസ് ഉണ്ട്, പള്ളിയിൽ നിന്നൊരു ആ അർത്ഥത്തിലൊരു പൊതു ക്ലാസ് ഉണ്ട്. ഞാനതിന് പങ്കെടുക്കണം എന്ന് ചിന്തിക്കുക. നബി മുഹമ്മദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പഠനത്തിനും പഠിപ്പിക്കലിനും
ഖുർആനാവട്ടെ, ഹദീസാവട്ടെ, ദീനീപരമായ കാര്യങ്ങളാവട്ടെ, അത് പഠിക്കാൻ വേണ്ടി ഒരാൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് നിയ്യത്ത് നന്നാക്കി പുറപ്പെടുന്നയാൾക്ക് കനലഹു അജ്റുൻ കഅജ്രി ഹാജിൻ താമത്തൻ ഹജ്ജത്തുഹു. അവിടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ താം എന്ന പദം ഉപയോഗിച്ചു. പൂർണ്ണമായും അയാൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകുമ്പോൾ അതിന് എങ്ങനെ മുങ്ങാം എന്ന് ഗവേഷണം നടത്തുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എങ്ങനെയെങ്കിലും അതിന് പങ്കെടുക്കണം, എങ്ങനെയെങ്കിലും ആ ക്ലാസ്സിന്റെ തുടക്കം മുതൽ ഉണ്ടാവണം. ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന്റെ ആഴത്തിലുള്ള പഠനം നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തിന് പ്രത്യേകതയും ഉദ്ദേശശുദ്ധിയും നൽകിക്കൊണ്ട് നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടാൻ കഴിയും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ കാര്യം, ഫർള് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടൽ. എത്ര ആളുകൾ അങ്ങനെ വരുന്നവരാ? ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യം, എത്രയോ തവണ വീട്ടിൽ നിന്നൊക്കെ ഒന്നെടുത്ത് നമ്മൾ പള്ളിയിലേക്ക് വന്നതാണ്. ചില ആളുകളൊക്കെ വെപ്രാളപ്പെട്ട് വരും, ജമാഅത്ത് തുടങ്ങിയോ, വൈകിയോ, പടച്ചോനെ റക്കാത്ത് നഷ്ടപ്പെട്ടോ. അങ്ങനെയൊക്കെ വെപ്രാളമുള്ള ആളുകൾക്ക് പോലും ഈ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടാറുണ്ടോ? മൻ ഖറജ ഫീ ബൈതിഹി മുതതഹിറ, വീട്ടിൽ നിന്ന് ഒന്നുമൊക്കെ എടുത്തിട്ട് പള്ളിക്ക് വരികയാണ്. ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ളുഹറിന് വരികയാണ്, അസറിന് സുബൈക്കും വരികയാണ്, ഇശാഇനും മഗ്രിബിനും വരികയാണ്. ഫഅജ്റുഹു കഅജ്രിൽ ഹാജി, അവന് നല്ല മനോഹരമായ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ റസൂൽ നൽകുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വലിയ പ്രതിഫലമാണ് അവിടെ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓഫറിന്റെ ആൾക്കാരാണല്ലോ. വമൻ ഖറജ ഇലാ തസ്ബീഹ് അൽദുഹ, ഇനി ദുഹ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ വന്നു വിചാരിക്കുക, ചേർത്ത് വന്നതാണ്. അവന്റെ മനസ്സിൽ അതല്ലാതെ മറ്റൊന്നുമില്ല. ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറയുടെ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വലിയ പ്രതിഫലങ്ങൾ നേടാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ലളിതമായി നേടാനുള്ള കുറെ കാര്യങ്ങൾ. മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ ഫഹിയ കഹജ്ജ വമൻ മശാ ഇലാ സ്വലാത്തി തതവ്വുഇ ഫഹിയ കഉംറ. ഇത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഹജ്ജും ഉംറയും ഒക്കെ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഉദ്ദേശം നന്നാക്കി, മനസ്സ് നന്നാക്കി, നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള പള്ളികളിൽ നിഷ്കളങ്കമായി പങ്കെടുത്താൽ തന്നെ ലഭിക്കാവുന്ന വലിയ കർമ്മമാണ് എന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ, ഒരു ജാഗ്രതയുണ്ടെങ്കിൽ ഒരു ദിവസം 5 ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടും. 5 ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഒന്നിരിക്കലും ഈ പറഞ്ഞതൊക്കെ തെറ്റാവണം, അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി ഇത് ഓർമ്മപ്പെടുത്തിയിട്ടില്ല എന്ന് വരണം. സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഇമാം തിർമിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 6ാമത്തെ കാര്യം, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളാണ്. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു സംഭവം. പ്രവാചകന്റെ അടുക്കൽ വന്ന് പാവപ്പെട്ട ചില ആളുകൾ ഒരു പരാതി പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകരെ, പണക്കാരായ ആളുകൾ എല്ലാ പുണ്യം കൊണ്ടുപോകണല്ലോ. ഹജ്ജ് അവരെന്നെ ചെയ്യണത്, ഉംറ അവരെന്നെ ചെയ്യണത്. അതിന് പുറമെ സാധാരണക്കാർക്ക്, പാവപ്പെട്ട ആൾക്ക് സക്കാത്ത് അവർ കൊടുക്കുന്നുണ്ട്, സ്വതക്ക അവർ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ പുറമെ യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്നവർ അവരും നോമ്പെടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? വലഹും ഫദ്ലും മിൻ അംവാലിൻ യഹജ്ജൂന ബിഹാ വയഅ്തമിറൂന ബിഹാ വയജാഹിദൂന വയതസദ്ദഖൂന, ധാരാളക്കണക്കിന് കർമ്മങ്ങൾ ചെയ്ത് അവർ ഞങ്ങളെക്കാളും ഒരുപാട് മുന്നോട്ട് പോകില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന്റെ ഉത്തരമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തുസബ്ബിഹൂന വതുഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ല സ്വലാത്തിൻ 33. എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് 100 പൂർത്തിയാക്കിയ ഒരാൾക്ക് ആത്മാർത്ഥമായ നിയ്യത്തുള്ളവനെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഈ ആളുകൾ തന്നെ സാധാരണക്കാർക്കൊപ്പം തന്നെ മറ്റുള്ളവർ കൂടി ഇത് ചൊല്ലുന്നുണ്ട് എന്നറിഞ്ഞ് നബിയോട് പരാതി പറയുന്നുണ്ട്. നബിയെ, നല്ല ആളാണ്, നിങ്ങൾ പറഞ്ഞത് ദിക്റുണ്ടല്ലോ, ഞങ്ങൾ പരമാവധി രഹസ്യമാക്കി അത് ചൊല്ലിയിരുന്നത്, ഇപ്പൊ അതും അവര് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വളരെ താല്പര്യപൂർവ്വം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതിന്റെ ഉദ്ദേശം ഒന്ന് നന്നാക്കിയാൽ, അതിനുവേണ്ടി ഒരു നിയ്യത്ത് നമുക്കുണ്ടായാൽ വലിയ പ്രതിഫലം നേടാൻ നമുക്ക് കഴിയും എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. 7ാമത്തേത് റമദാനിലെ ഉംറയാണ്. കുറച്ചും കൂടിയൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ
അതേസമയം ഹജ്ജിന് വേണ്ടി പ്രാപ്തനല്ലാത്ത ആളുകൾ ഉംറത്തും ഫി റമദാന തഅദിലു ഹജ്ജ, ഹജ്ജിനോട് നീതി പുലർത്തുന്ന ഒരു കർമ്മമാണ് റമദാനിലെ ഉംറ. അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എട്ടാമത്തെ കാര്യം, ഹജ്ജിന് പോകാൻ വേണ്ടി ആളുകളെ സഹായിക്കലാണ്. നേരത്തെ ഹജ്ജ് ചെയ്ത ആളാണ്, അതേപോലെ തന്നെ ഹജ്ജിന്റെ സാമ്പത്തിക അവസ്ഥയുള്ളയാളാണ്. ഹജ്ജിന് പോകാൻ സാമ്പത്തികമായ ചെറിയ കുറവ് കൊണ്ട് മാത്രം പോകാത്ത ആളുകളെ സഹായിക്കുക, ഹജ്ജിന് പോകുന്ന ആളുകളുടെ കുടുംബത്തെ സഹായിക്കുക. മൻ ജഹസ ഹാജൻ ഔ ജഹസ ഗാസിയൻ ഔ ഫത്തറ സ്വായിമൻ ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഅ. ആരെങ്കിലും ഹജ്ജ് ആഗ്രഹിച്ചിട്ട് ഹജ്ജ് ചെയ്ത ഒരാൾ, ഹജ്ജ് ആഗ്രഹിക്കുന്നയാളെ സാമ്പത്തികമായി ചെറിയ കുറവുള്ളതിന്റെ പേരിൽ ഹജ്ജ് നഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് സഹായിക്കുക. ഹജ്ജിന് പോകണം, പക്ഷേ ഈ കുടുംബത്തെ വിട്ടിട്ട് എങ്ങനെ പോകും? കുട്ടികളെയും മക്കളെ രണ്ട് മാസമെങ്കിലും ഒരു മാസമെങ്കിലും അവരിങ്ങനെ ഒറ്റക്ക് നിൽക്കണ്ടേ? ഒന്നും പ്രയാസപ്പെടണം, അവരെ കാര്യം ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞ് ഏറ്റെടുക്കുന്നവൻ. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക. നോമ്പിന്റെ അതേ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നവരാണ്, നേടിയെടുക്കാൻ കഴിയുന്നവരാണ്. ഒന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷെ എന്ത് വേണം? ഈ ലോകത്തുനിന്നും പരലോകത്തുനിന്നും അള്ളാഹുവിന്റെ ഹസനത്തുണ്ടാകണം എന്നൊരു ഉദ്ദേശം നമുക്കുണ്ടാവണം. കൂലിയും പ്രതിഫലമൊക്കെ ഇവിടെ മാത്രം കിട്ടാനുള്ളതല്ല, നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടാനുള്ളതാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. അപ്പൊ ഹജ്ജിന് വേണ്ടിയുള്ള ആ മനസ്സിനെ, ഹജ്ജിന്റെ ഈ സമാപന സമയം കൂടി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ ചില ആളുകൾക്ക് മനസ്സിലുണ്ടാവും, എനിക്കിപ്പം മരിക്കോളം ഒരു ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ആളുകളുണ്ടാവും. അവരുടെ മനസ്സിലേക്ക് ഒരു പ്രതീക്ഷ എന്നോണം അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ മുമ്പിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ പരിഗണിച്ച പ്രവാചകൻ അവരുടെ മനസ്സിന് ആശ്വാസമേകുന്ന വിധം അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ വലിയ വലിയ നിർദ്ദേശങ്ങളാണ്. ഇത് നമ്മൾ മുഖ്യമായി പരിഗണിക്കുകയും നമ്മുടെ കർമ്മങ്ങളെ അങ്ങനെ ചിട്ടപ്പെടുത്തുകയും ഉദ്ദേശപൂർവം നിയത്തോടുകൂടി ആത്മാർത്ഥമായി ഇതൊക്കെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകവും പരലോകവും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ, ആ രീതിയിൽ നമ്മുടെ കർമ്മങ്ങളെ കൃത്യമായി നിയത്തോടുകൂടി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി മുഖ്ലിസായി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പ്രതിഫലം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തഖീൻ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ഖുതുബ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ആളുകളുള്ളൂ. ഖുതുബ തീരുമ്പോഴേക്കും പള്ളി നിറഞ്ഞു. കുറേ ആളുകൾ കൊണ്ട് പള്ളി നിറയുന്നതിന് പകരം വരുന്ന ആളുകൾക്കൊക്കെ ഹജ്ജിൻ്റെയും ഉംറയിൻ്റെയും പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ ഒരു ഗൗരവത്തിലും ആ ഒരു ഇഷ്ടത്തിലും ആ ഒരു നിയ്യത്തിലും വലിയ തിരക്കുകളൊന്നുമില്ലെങ്കിൽ അല്പം നേരത്തെ വന്ന് സ്വഫായി ഇരുന്ന് ഇഅ്തികാഫിൻ്റെ നിയ്യത്തൊക്കെ വെച്ച് ആത്മാർത്ഥമായി അതിനോട് സമീപിച്ചാലാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. നമുക്ക് ഗൗരവപ്പെട്ട താല്പര്യമുള്ള ഇഷ്ടമുള്ള സംഗതിയൊക്കെ നമ്മൾ നന്നായി ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങും. നേരത്തെ കാലത്തെ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. കാരണം അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ പറയും. നമ്മുടെ ജോലി ആവശ്യത്തിന് വേണ്ടി നമ്മൾ നന്നായി പരിശ്രമിക്കും. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ആ പരിഗണനയും ശ്രദ്ധയും ആരാധനാകർമ്മങ്ങളിൽ ഉണ്ടാവണം എന്നതാണ് ഇന്ന് പൊതുവെ ആറ്റിക്കുറുക്കി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യം. ഇന്ന് ജൂലൈ 5 2 വ്യക്തികളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ജൂലൈ 5 ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ രൂപീകരണം നടന്ന 1984 മുഹമ്മദ് മുർസി എന്ന് പറയുന്ന 2013 ഈജിപ്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസിയെ ഓർക്കുന്ന ദിവസം കൂടിയാണ് ജൂലൈ 5. ഒരു വലിയ സമൂഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി കഠിനമായി പ്രയത്നിച്ച മഹാനാണ് അദ്ദേഹം. അതേപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഓർക്കേണ്ട ഒരുപക്ഷെ ശക്തമായ എഴുത്തുകളിലൂടെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വരികയും ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന, ഞാൻ പറയുന്നത് പുതിയ കാലത്ത് അത്തരത്തിലുള്ള എഴുത്തുകളും ചിന്തകളും ആലോചനകളും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുർസിമാരും ബഷീറുമാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ പേരുകൾ ഇവിടെ ഉദ്ധരിച്ചത്. നല്ല ശക്തമായ വായനകൾ ഉണ്ടാവട്ടെ. ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കരുത്തുള്ള യുവതയും
കരുത്തുള്ള മക്കളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഭാഷണത്തിൽ കഴിഞ്ഞയാഴ്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ ഒരു ആയത്ത് അദ്ദേഹം റഫർ ചെയ്യുകയുണ്ടായി. ഞാൻ പറയുന്നത്, ലോകം മുഴുവൻ അങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ ഉറ്റുനോക്കുകയാണ്. അവിടെ നമ്മൾ എല്ലാ സമയത്തും വൈകി വരുന്നവരും എല്ലാ കാര്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്നവരും ഇസ്ലാമികമായി പരിഗണിക്കേണ്ട ഗൗരവപ്പെട്ട കാര്യങ്ങൾ 2, 3, 4 സ്ഥാനത്തേക്കായി മാറുകയും ചെയ്യുന്നതിന് പകരം നമ്മളെ പേടിപ്പിക്കപ്പെടുന്ന കാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറ എന്ന ആയത്താണ് പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ആശയമാണ് അവിടെ ഉദ്ധരിച്ചത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടുത്ത ഖുതുബയിൽ ഉൾപ്പെടുത്തും. നമ്മളങ്ങനെ പേടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിമിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈമാനും കരുത്തും ശക്തമായി നിലനിർത്താൻ, ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനുള്ള ഈമാനിൻ്റെ വർധനവ് നമുക്കുണ്ടാവണമെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നേടാൻ സാധിക്കുന്ന തരത്തിൽ നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകുക എന്നത് തന്നെയാണ് ഹജ്ജും ഉംറയും അതിൻ്റെ പ്രതിഫലവും ഒക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതൊക്കെ അതിൻ്റെ ആ പരിഗണനയോടുകൂടി നിർവഹിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളക്കണക്കിന് തെറ്റുകളും കുറവുകളും നമുക്കുണ്ടാകുന്നുണ്ട്, നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങൾക്ക് നീ അറിവും കഴിവും കരുത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഈ രാജ്യത്തിൻ്റെ, ഈ നാടിൻ്റെ നിർഭയത്വമുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി പണിയെടുക്കാൻ, അതിനുവേണ്ടി ചിന്തിക്കാൻ, അതിനുവേണ്ടി എഴുതാൻ, അതിനുവേണ്ടി വായിക്കാൻ, അതിനുവേണ്ടി പഠിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാൻ, അതിനുവേണ്ടി ആരാധനാക്രമം നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ ഈമാനികമായ ശക്തി നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ആരോഗ്യപരമായ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അവർക്കെല്ലാവർക്കും നീ ആശ്വാസവും ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സാമ്പത്തികമായി പ്രയാസമുള്ളവർ, കടം കൊണ്ട് വലഞ്ഞവർ, നീ അവരെക്കുറിച്ച് അറിയുന്നവനാണ്, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ജീവിതത്തിൻ്റെ അഭിവൃദ്ധി നൽകി അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിദേശത്തും മറ്റൊക്കെ ജോലി ചെയ്യുന്ന പ്രയാസമുള്ള ആളുകൾ, അവർക്ക് നല്ല ശമ്പളവും നല്ല മനസ്സും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കാനുള്ള കഴിവും കരുത്തും നൽകി ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാതാപിതാക്കൾക്കും നാടിനും വീട്ടുകാർക്കും ദീനിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നീ വിളിക്കുന്ന സമയത്ത്, ഏത് സമയത്താണെങ്കിലും നിന്റെ അടുത്തേക്ക് വരേണ്ടവരാണ് ഞങ്ങൾ. അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم دمر أعداءنا وأعداء الدين. اللهم انصر جيوش المسلمين. اللهم انصر المسلمين في فلسطين. اللهم انصر المجاهدين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.